മാർത്തോമയുടെ മക്കൾ. തോമാസ് ലീഗ സ്ഥാപിച്ചു എന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ഏഴര പള്ളികളിൽ പ്രമുഖമായ ഒന്നാണ് പരിശുദ്ധ ശുദ്ധീകരണമാത ദേവാലയമായ കൊല്ലം പള്ളി. റംബാംബാട്ട് അനുസരിച്ച് കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് രണ്ടാമത് എണ്ണപ്പെടുന്നതും കൊല്ലം തന്നെയാണ്. എന്നാലും മലബാറിലെ മറ്റു പള്ളികളെ പോലെ തന്നെ ഇതിന്റെ പിൽക്കാല ചരിത്രവും അവ്യക്തമാണ്. കൊല്ലത്തെ പള്ളിയുടെ രേഖപ്പെടുന്ന ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം 849 തർസാപ്പള്ളി ശാസനം മുതൽക്കാണ്. അക്കാലത്ത് മലബാറിലെത്തിയ സഭാഭരണം നിർവഹിച്ച പേർഷ്യൻ പുണ്യവാളന്മാരായ സാപോർ, അപ്രോത്ത് എന്നിവരാണ് നശിച്ചു കിടന്നിരുന്ന ഈ പള്ളി പുനർനിർമ്മിച്ചത്. ഈശോയെ അറിയാത്ത ജനസമൂഹമായിരുന്നു അന്നത്തേത്. അവരുടെ ഇടയിലേക്ക് AD 52 78 ഇടയിലായി തോമാസ് ലീഹ മിശിഹായുടെ സ്നേഹവുമായി വന്നിറങ്ങിയത്. അദ്ദേഹം സ്ഥാപിച്ച പള്ളി 1000 വർഷങ്ങളോളം നിലനിന്നിരുന്നുവെന്നും പിന്നീട് കടലെടുത്തു പോയുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ കൊല്ലം തങ്കശ്ശേരിയിലാണ് ഈ പള്ളി നിലനിന്നിരുന്നത്.